ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ലൈഫ് മോട്ടീവ്. ഞാനിന്ന് വന്നിട്ടുള്ളത് പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ്. സോഷ്യൽ മീഡിയയുടെ അഡിക്ഷൻ. സമൂഹ മാധ്യമങ്ങളുടെ ഉപയോഗം ഇന്ന് നമുക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒന്നുമില്ലാതെ ഒരു മണിക്കൂർ പോലും നിൽക്കാൻ കഴിയാത്തവരാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും. സമൂഹ മാധ്യമങ്ങളുടെ അമിതമായ ഉപയോഗം നമ്മുടെ ജീവിതത്തെയും സ്വഭാവത്തെയും മാനസികാവസ്ഥയും എല്ലാം വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. വിഷാദത്തിനും ഉത്കണ്ഠയ്ക്കുമെല്ലാം ഇന്ന് സമൂഹ മാധ്യമങ്ങൾ കാരണക്കാരാകുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ചില ഇടവേളകൾ സോഷ്യൽ മീഡിയ ഉപയോഗത്തിന് നമുക്ക് കൊടുക്കാവുന്നതാണ്. അതായത് നമുക്ക് ബ്രേക്ക് എടുക്കാവുന്നതാണ്. നമ്മളിന്ന് സമൂഹ മാധ്യമത്തിൽ കാണുന്നതാണ് പ്രധാനപ്പെട്ട നടിമാർ സോഷ്യൽ മീഡിയ അവരുടെ ഉപയോഗം അവർ കുറച്ചു എന്നൊക്കെ. അതുപോലെ നമുക്കും ഇതുപോലുള്ള ബ്രേക്കുകൾ എടുക്കുന്നത് വളരെ പ്രധാനമാണ്. കാരണം അവരുടെ ജോലിയെ വരെ ബാധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായതുകൊണ്ടാണ്. സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് പെട്ടെന്നൊരു ബ്രേക്ക് സാധ്യമല്ല. അത് നമ്മെ മോശമായി തന്നെ ബാധിച്ചേക്കാം. വേഗത്തിലുള്ള പിന്തിരിയലിന് പകരം സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന സമയം കുറച്ചാണ് ഈ ബ്രേക്ക് നടപ്പാക്കേണ്ടത്. ആദ്യം നമ്മൾ എന്തിനാണ് ഈ ബ്രേക്ക് എടുക്കുന്നതെന്ന് തിരിച്ചറിയണം. ഉൽപ്പാദനക്ഷമത കൂട്ടുക, മാനസിക സമ്മർദ്ദം കുറയ്ക്കുക, മറ്റൊരു കാര്യത്തിലേക്ക് ശ്രദ്ധ കൊടുക്കുക തുടങ്ങിയവയെല്ലാം ബ്രേക്ക് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഈ ഇടവേള വളരെ അടുത്ത സുഹൃത്തുക്കളെ അറിയിക്കുന്നതും നല്ലതാണ്. സമൂഹ മാധ്യമങ്ങളിലെ നോട്ടിഫിക്കേഷൻസ് ആദ്യം ഓഫ് ചെയ്യാവുന്നതാണ്. ആദ്യം എല്ലാ ദിവസവും ഇത്ര സമയം നമ്മൾ സമൂഹ മാധ്യമം ഒഴിവാക്കുമെന്ന് തീരുമാനിക്കുകയും അത് നടപ്പാക്കുകയുമാണ് വേണ്ടത്. ഒരു ദിവസം ഏറ്റവും കൂടുതൽ സമൂഹ മാധ്യമം ഉപയോഗിക്കുന്ന സമയം തന്നെ ഇതിനായി മാറ്റിവെക്കാം. ഒരാഴ്ചയോളം ഇത് തുടർന്ന് പൂർണ്ണമായും ഒഴിവാക്കുക. ഇത് ആഴ്ചകളോ മാസങ്ങളോ ആവാം. എത്ര കാലം എന്നതിന് ഒരു നിശ്ചിത തീരുമാനം മുമ്പേ എടുക്കുന്നതും നല്ലതാണ്. സമൂഹ മാധ്യമ ആപ്പുകൾ ഈ കാലയളവിൽ അൺഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഈ സമയങ്ങൾ മറ്റുള്ള പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെക്കാം. പുസ്തകം വായിക്കുക, പാചകം പോലെ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുക, സുഹൃത്തുക്കളുമായി സമയം ചെലവഴിക്കുക, കൃഷിയോ മറ്റോ ചെയ്യുക എന്നിവയെല്ലാം നല്ലതാണ്. ഈ കാലഘട്ടത്തിൽ തനിക്കുണ്ടാവുന്ന മാറ്റം സ്വയം വിലയിരുത്തുകയും മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യാവുന്നതാണ്. ഉറക്കം, ആശയവിനിമയം, ആത്മാഭിമാനം, ആത്മവിശ്വാസം, മാനസികാരോഗ്യം, ഉൽപ്പാദനക്ഷമത എന്നിവയെല്ലാം സോഷ്യൽ മീഡിയ ബ്രേക്ക് വർദ്ധിപ്പിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. നമ്മൾ മാത്രം സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കുറച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. നമുക്ക് കുട്ടികളിലും ഈ സമൂഹ മാധ്യമങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കാവുന്നതാണ്. കുട്ടികൾക്ക് പരമാവധി 1 മണിക്കൂർ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം നമുക്ക് ഉപയോഗിക്കാൻ കൊടുക്കാം. വലിയ കുട്ടികൾക്കും കൗമാരപ്രായക്കാർക്കും ഒക്കെ 1-2 മണിക്കൂർ നമുക്ക് കൊടുക്കാവുന്നതാണ്. വീട്ടിൽ മൊബൈൽ രഹിത മേഖലകളും സമയവും നിശ്ചയിക്കുക. ഈ സമയങ്ങളിൽ മാതാപിതാക്കളും ചട്ടം പാലിച്ച് മാതൃക കാണിക്കുക തന്നെ വേണം. എന്നാലേ ഈ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. പാർക്കിൽ പോവുകയോ പുതിയ കളികൾ കളിക്കുകയോ കൂട്ടുകാരോടൊത്ത് കൂടി ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്റ്റീവായ പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താവുന്നതാണ്. മറ്റു മാർഗങ്ങളിലൂടെ ഫോണുമായുള്ള ബന്ധമില്ലാതെ പ്രവർത്തനങ്ങൾ സജീവമാവുന്നത് വളരെ നല്ലതാണ്. ചെസ്സ് പോലുള്ള പസിൽ അതുപോലുള്ള കളികൾ കളിക്കാം. ബുദ്ധിവികാസം വളർത്തുന്ന കളികൾ നമുക്ക് കുട്ടികളെ കൊണ്ട് പരിശീലിപ്പിക്കാവുന്നതാണ്. മാതാപിതാക്കളുടെ പങ്കാളിത്തത്തോടെയുള്ള ആപ്പുകൾ ഉപയോഗിക്കുക എന്നത് നമുക്ക് കുട്ടികളിൽ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കുറയ്ക്കാൻ അനിവാര്യമായൊരു ഘടകമാണ്. ഫോണിലേക്ക് ചുരുങ്ങുമ്പോൾ കായിക പ്രവർത്തനങ്ങളും വ്യായാമവും കുറയുന്നു. ഇത് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു. കണ്ണുകൾക്കും കാതുകൾക്കും ക്ഷീണമുണ്ടാവുകയും ക്രമേണ കാഴ്ചയിലും കേൾവിയിലും മങ്ങലുണ്ടാവുകയും ചെയ്യുന്നു. അർദ്ധരാത്രി വരെ നീളുന്ന സമൂഹ മാധ്യമ ഗെയിമുകൾ ആവശ്യത്തിന് ഉറക്കം ലഭിക്കാതിരിക്കുന്നതിലേക്ക് നയിക്കുന്നു. ഇത് ശരീരത്തെയും മനസ്സിനെയും വളരെ ദോഷകരമായി ബാധിക്കുന്നു. ഇതുപോലുള്ള ഒരുപാട് നെഗറ്റീവ്സ് നമ്മൾ സോഷ്യൽ മീഡിയാസ് എടുത്തു നോക്കിയാൽ കാണാം. അതുകൊണ്ട് നമ്മൾ കൃത്യമായ ഒരു ലൈഫ് റുട്ടീൻ ഫോളോ ചെയ്യുക. ഏതെല്ലാം ഇടവേളകളിൽ എത്ര സമയം നമ്മൾ സോഷ്യൽ മീഡിയാസ് ഉപയോഗിക്കണം എന്നുള്ള ഒരു ചിട്ട നമുക്ക് ഉണ്ടായിരിക്കണം. ഇതിലൂടെ നമുക്ക് സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം കുറയ്ക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയ ഗെയിമുകൾ മാത്രം നോക്കാതെ പുറത്തുള്ള കുട്ടികളുടെ ബുദ്ധിവികാസം കൂട്ടുന്ന ഗെയിമുകൾ കളിക്കുന്നതും ഏറെ പ്രധാനപ്പെട്ടതാണ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.